പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ കാർഡ്സ് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. എന്നിട്ട് ഇങ്ങനെ ഒരു കാർഡ് എടുത്തിട്ട് അത് പകുതി വെച്ച് മടക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലോട്ട് ഇതേപോലെ മടക്കിക്കൊണ്ട് വരണം. അടിയിലുള്ള ഭാഗം മേളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കുക. ഇത് കയ്യിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ പുറകിലേക്ക് മടക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ നമുക്ക് കിട്ടും. ഇങ്ങനെ ഞാൻ ഒരു റൗണ്ട് ചെയ്തെടുക്കാനുള്ള അത്രയും ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഈ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ ഓരോന്നും കയറ്റി വെച്ച് കൊടുക്കണം. ഇങ്ങനെ എല്ലാം നമുക്ക് എത്ര വലിയ റൗണ്ടാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതേപോലെ ഇങ്ങനെ ഓരോന്നിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് എടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് സർക്കിളായിട്ടത് ജോയിൻ ചെയ്തെടുക്കണം. ഇങ്ങനെ സർക്കിളായിട്ട് ചെയ്യണതിന് ഒട്ടിക്കണമെന്നൊന്നുമില്ല, അല്ലാണ്ട് തന്നെ ഇതിങ്ങനെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിലും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത്രയും നമ്മൾ രണ്ടെണ്ണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഇതുപോലെ തന്നെ മടക്കി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെറുതെ കയറ്റി ഫിക്സ് ആക്കി വെക്കുക. വേണമെങ്കിൽ കുറച്ച് ഗമ്മ് വെച്ച് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ട്രയാങ്കിൾ നമ്മൾ മടക്കി എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് മാത്രം നമ്മൾ അകത്തേക്കൊന്ന് മടക്കി വെക്കണം. ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് അവിടെയും നമ്മൾ കുറച്ച് ഗമ്മ് വെച്ച് ഒട്ടിക്കും. അപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ ഷേപ്പിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Thanks for watching.